സന്നിധാനത്തും പിന്നെ പൊന്നമ്പലമേട് ദൃശ്യമാകുന്ന എല്ലായിടങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ് അയ്യപ്പ ഭക്തർ. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയായിരുന്നു. സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ. സന്നിധാനം ക്ഷേത്രവും പരിസരവും ആകെ ഇനി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. അവിടെ താന്ത്രിക വിധിപ്രകാരമുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇനി ശരംകുത്തിയിലേക്ക് പോവുകയാണ് ദേവസ്വത്തിൻ്റെ പ്രതിനിധികളും. ഇനി ഒപ്പം ഈ തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കാനുള്ള പ്രതിനിധികളുമൊക്കെ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ഘോഷയാത്രയാണ്. ആ ഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടുകയും ചെയ്യും. മറ്റിടങ്ങളിലൊക്കെയും പഞ്ചാലിമേട്ടിലും പുല്ലുമേട്ടിലും ഒപ്പം പമ്പയിലും അവിടെ എല്ലായിടങ്ങളിലും സന്നിധാനമാകെ നിറഞ്ഞു കവിഞ്ഞ പർണശാലകളിൽ ഭക്തർ കാത്തിരിക്കുകയാണ്. നമ്മൾ നിലയ്ക്കലിലേക്കാണ് പോകുന്നത്. നിലയ്ക്കൽ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടി നിലയ്ക്കൽ കടന്ന് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചു. പിന്നീടുള്ള യാത്ര നിലയ്ക്കൽ അട്ടത്തോട് കഴിഞ്ഞാൽ പിന്നെ കാനനപാതയാണ്. പൂർണ്ണമായും കാനനപാതയിലൂടെയാണ് യാത്ര. പമ്പയാറ് മുറിച്ച് കടന്ന് ചെറിയാനവട്ടവും വലിയാനവട്ടവും ഒക്കെ കടന്ന് ഇപ്പോൾ ശബരിപീഠത്തിൽ എത്തിയിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്ര എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഭക്തർ വഴിനീളെ കാത്തുനിന്ന് 11 ഈ തിരുവാഭരണ പേടകം തുറന്ന് തിരുവാഭരണത്തിൻ്റെ ദർശനവും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പുണ്യമുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ ഒരു തീർത്ഥാടനത്തിൻ്റെ അവസാന സമയത്തെ ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോവുകയാണ്. ഈ നിലയ്ക്കലും അട്ടത്തോട് മേഖലയിലുമൊക്കെയും ഈ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി ഭക്തർ സാധാരണ തമ്പടിക്കാറുണ്ട്. ഇത്തവണയും അങ്ങനെയുള്ള സൗകര്യം അവിടെ ഉണ്ടോ? ഒപ്പം മടക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ക്രമീകരണങ്ങൾ നടക്കുകയും നിലയ്ക്കലും പമ്പയിലുമായിട്ടാണ്. KSRTC അടക്കമുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? ഗോകുലിനറിയാം, എന്നെക്കാൾ കൂടുതൽ ഗോകുലിനറിയാം. ഗോകുലിൻ്റെ സ്വന്തം ജില്ലയാണ്. ഞാനൊരു 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ പത്തനംതിട്ട ജില്ലയിലെത്തിയിട്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തും. ഈ കാണുന്ന വാഹനങ്ങളൊക്കെ അവിടേക്ക് ദർശനത്തിന് വേണ്ടി, മകരവിളക്ക് ദർശനത്തിന് വേണ്ടി അങ്ങോട്ട് പോയ ഭക്തരുടെ വാഹനങ്ങളാണ്. അത് പരമാവധി മലയാളികളുടെ വാഹനങ്ങൾ കുറവാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇതര സംസ്ഥാന ഭക്തരാണ്, അയ്യപ്പന്മാരാണ് കൂടുതലായിട്ടുള്ളത്. ഇനി നേരത്തെ ചോദിച്ചതുപോലെ തൊട്ടപ്പുറത്ത് നമുക്ക് ചെറിയ മഴക്കോളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അട്ടത്തോടിൽ നിന്നാണ് അവിടെ ഒരു മകരവിളക്ക് ദർശിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്? അട്ടത്തോട് മാത്രമാണ്, സൗകര്യമല്ല, അവിടെ നിന്നാൽ കാണാം, അട്ടത്തോട് നിന്നാൽ മകരവിളക്ക് കാണാം. ആ ഒരു സൗകര്യം ആ മേഖലയിൽ മാത്രമേ ഉള്ളൂ. എന്നാലും നിലയ്ക്കലിൽ വാഹനങ്ങളുടെ ഒരു തിരക്ക് കാര്യമായി തന്നെ ഉണ്ട്. ആളുകൾ ഈ ദർശനം കഴിഞ്ഞ ആളുകൾ കാര്യമായി ഇങ്ങോട്ട് വരുന്നില്ല എന്നതിന് അർത്ഥം ആളുകൾ ഇപ്പോഴും പല മേഖലകളിലും, അത് പമ്പയിലെ ഹിൽ ടോപ്പ് ആയിക്കോട്ടെ അട്ടത്തോടായിക്കോട്ടെ, ഈ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ ആ മേഖലയിൽ മകരവിളക്ക് കാണാൻ വേണ്ടി കൂട്ടമായി നിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു 9:30 മണി മുതൽ ഇവിടെ നിന്ന് വാഹനങ്ങളൊന്നും തന്നെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല. 10 മണിയോടുകൂടി പൂർണ്ണമായി ബസ്സുകൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ 11:30 മണിക്ക് ശേഷം മാത്രമാണ് KSRTC ബസ് ഇവിടെ നിന്ന് കടത്തിവിട്ടിരുന്നത്. ചെറുവാഹനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തിവിടുന്ന ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്തർ വലിയ പ്രതിഷേധം, ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തരൊക്കെ വന്ന് വലിയ പ്രതിഷേധമൊക്കെ നടത്തുന്ന കാഴ്ച കണ്ടു. കുറച്ച് പേർ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരും അവരെ സമാശ്വസിപ്പിച്ച് ഇവിടെ തന്നെ ഇരുത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. കാരണം ഇപ്പോഴും പൂർണ്ണമായി ആ മേഖലയിൽ പൂർണ്ണമായി തിരക്കാണ്. പമ്പയിൽ കാര്യമായ തിരക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എല്ലാവരും തന്നെ സന്നിധാനത്തേക്ക് മകരവിളക്ക് കാണാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇനി ആരെയും അങ്ങോട്ട് കയറ്റി വിടേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കനത്ത ക്യൂ ആണ് എന്നാണ് സന്നിധാനത്ത് നിന്ന് രാഹുൽ വിജയനും രാഹുൽ സുരേഷും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അരുൺ രാജു നമുക്ക് നൽകുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ തിരക്കുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ മുൻവർഷത്തേതുപോലെ എല്ലാ കാര്യമായ പ്രശ്നങ്ങളില്ല. യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളോ അങ്ങനെ യാതൊന്നും വാർത്തകളോ ഒന്നും തന്നെ ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അടുക്കും ചിട്ടയുമായി കാര്യങ്ങൾ നടന്നത്. ദേവസ്വം ബോർഡും പോലീസും കൃത്യമായ ഏകോപനത്തോടെ പ്രവർത്തിച്ചു. ADGP S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നിലയ്ക്കലിൽ ഇപ്പോൾ ചുമതലയിലുള്ള DIG അജിത ബീഗം, അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാവരും ദേവസ്വം ബോർഡിനോട് ചേർന്ന്, ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു. പോലീസ് അയ്യപ്പന്മാരുണ്ട്, അവരെല്ലാവരും നന്നായി തന്നെ പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായാണ് ആ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. വെർച്വൽ ക്യൂവിൽ അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ്, അങ്ങനെ എല്ലാ മേഖലകളിലും സർവ്വ മേഖലകളിലും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. എന്തായാലും ഇനി മണിക്കൂർ ഏതാണ്ട് 6:30 മണിയോടുകൂടി തന്നെ അവിടേക്ക് തിരുവാഭരണം എത്തിച്ചേരും. 6:45 മകരവിളക്ക് ദർശിക്കാനാകും ഭക്തർക്ക്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ കാര്യമായ തിരക്കില്ല. ഈ ഭക്തർ വന്ന വാഹനം നേരത്തെ പറഞ്ഞതുപോലെ ശ്രീജിത്ത് നിലയ്ക്കലെ വിവരങ്ങളാണ് നൽകിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് തൊട്ടു മുന്നിൽ അവിടെ ശുചിയാക്കുകയാണ്. നട തുറക്കേണ്ട സമയമാകുന്നു. വൈകിട്ട് നട തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എന്താണ് അവിടുത്തെ ശ്രീകോവിലിന് തൊട്ട് മുന്നിലുള്ള സോപാനത്തിങ്കലുള്ള കാര്യങ്ങളാണ്. അവിടെ അത് വൃത്തിയാക്കാൻ അവിടെ പൂക്കളുമൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറ്റി
അവിടെ അല്പസമയത്തിനകം നട തുറക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ശബരിമലയിൽ വലിയ പ്രത്യേകതയാണുള്ളത്. സംക്രമ സന്ധ്യയിൽ ദീപാരാധനയും സംക്രമ മുഹൂർത്തത്തിലെ സംക്രമ പൂജയും. അത് രാവിലെ സംക്രമ പൂജ ഇന്ന് രാവിലെ തന്നെ നടന്നു. മകരസംക്രമ പൂജ നടന്നു. സൂര്യൻ ഉത്തരായനത്തിലേക്ക് കടക്കുന്ന, ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ആ മുഹൂർത്തം, അതാണ് ശുഭമുഹൂർത്തമായി പറയുന്നത്. ആ ശുഭമുഹൂർത്തത്തിലാണ് ഈ സംക്രമ പൂജ ഇന്ന് രാവിലെ ഏതാണ്ട് 8:45-നും 10 മണിക്കും ഇടയിൽ ആ പൂജ ഇന്ന് നടന്നിട്ടുണ്ട്. ആ സംക്രമ പൂജ ഒരു പ്രധാനപ്പെട്ട ശബരിമലയിലെ ഒരു ചടങ്ങ് തന്നെയാണ്. ആ പൂജയ്ക്ക് ശേഷം പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ ദീപാരാധന. മകരസംക്രമ ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങളൊക്കെ ചാർത്തിയുള്ള ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയും നടക്കുന്നത്. പൊന്നമ്പലമേട് യഥാർത്ഥത്തിൽ ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെയും ഈ സമയങ്ങളിൽ, ഈ ദിവസങ്ങളിൽ സംക്രമ സന്ധ്യയിൽ അവിടെ നേരത്തെ ദീപാരാധന നടന്നിരുന്നു എന്നതാണ് സങ്കല്പം. ആ സങ്കല്പത്തിലാണ് അവിടെ ഇപ്പോഴും ദീപാരാധന നടക്കുന്നത്. അത് കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രീകോവിലിനകത്ത് ദീപാരാധന ദർശിക്കുന്നതും ഒപ്പം പൊന്നമ്പലമേട്ടിലെ ശ്രീമൂലസ്ഥാനത്തെ ദീപാരാധന ദർശിക്കുന്നതും അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ പുണ്യം ഉള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഈ തീർത്ഥാടന കാലം ആകെ വിശ്വാസികൾ കാത്തിരിക്കുന്നത്. 41 ദിവസം നീണ്ട കഠിന വ്രതവും അതിനുശേഷം ദീർഘമായ യാത്രയും ഒക്കെ ചെയ്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പൊന്നമ്പലമേടിൻ്റെ വിദൂര ദൃശ്യങ്ങളാണിത്. ഇപ്പോൾ അല്പസമയത്തിനകം അവിടെ എന്ന് വെച്ചാൽ 6:30 ദീപാരാധനയ്ക്ക് ശേഷം അവിടെയും ദീപാരാധന നടക്കും. അത് വളരെ ഉയർന്ന, ഈ പശ്ചിമഘട്ടത്തിലെ ഒരു ഉയർന്ന പ്രദേശമാണത്. അത് നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൻ്റെ ഏതാണ്ട് ഒരു 7-8 പോയിന്റിൽ നിന്നാൽ നമുക്ക് ഈ പൊന്നമ്പലമേട്ടിലെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോഴും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പാഞ്ചാലിമേട്ടിലേക്കാണ് പോകുന്നത്. ടോബി ജോൺസൺ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകും. ഒപ്പം നമ്മൾ ഈ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. സന്നിധാനത്തെ ദൃശ്യങ്ങളും അതിനൊപ്പമുണ്ട്. ടോബി, പാഞ്ചാലിമേട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ തീർത്ഥാടകർ അവിടേക്ക് വന്നിരുന്നില്ല, ആളുകൾ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് ദർശനത്തിന് എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, നമ്മൾ നേരത്തെ ലൈവ് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ നേരത്തെ 3 മണി സമയത്ത് നമ്മൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ അധികം ഭക്തരൊന്നും എത്തിയിരുന്നില്ല. പക്ഷേ എനിക്ക് പിന്നിൽ ഇപ്പോൾ നമുക്ക് കാണാം ഭക്തർ വന്ന് നിറഞ്ഞിട്ടുണ്ട്. പാഞ്ചാലിമേടാണ്. ഏകദേശം 3080ഓളം അടി ഉയരത്തിലാണ് സമുദ്രതീരത്തിൽ നിന്നും. അത്രയും മുകളിലുള്ള ഈ മലനിരയിൽ വന്ന് ആളുകൾ ഈ മകരവിളക്ക് കാണുന്നതിന് വേണ്ടി ഇരിക്കുന്ന അയ്യപ്പ ഭക്തർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരടക്കമുണ്ട്. അവരെല്ലാം വന്ന് നേരത്തെ തന്നെ അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ച് ആ ഭാഗ്യത്തിന് വേണ്ടി, ആ ദർശന പുണ്യത്തിന് വേണ്ടി വന്ന് നിരന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും മണിക്കൂറുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഈ കാണുന്ന മലനിരകൾക്ക് നടുവിലായിട്ടാണ് ഈ മകരവിളക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ ഇവിടുത്തെ കാലാവസ്ഥ അല്പം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ദർശന പുണ്യം ഇവിടെ നിന്ന് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇത്തവണ കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മകരവിളക്ക് കാണാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും എല്ലാം തന്നെ ഇവിടെ എത്തുന്നവരുണ്ട്. പെരുവന്താനം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം. കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അതിനുള്ള കാരണം എരുമേലി തൊട്ടടുത്താണ്. എരുമേലിയിൽ നിന്നും വളരെ എളുപ്പം ഈ പാഞ്ചാലിമേട്ടിലേക്ക് എത്താൻ സാധിക്കും. തൊട്ടപ്പുറത്താണ് പരുന്തുംപാറയുള്ളത്. ഇതുപോലെ തന്നെ ഒരു വ്യൂ പോയിന്റാണ് അത്. പരുന്തുംപാറയിലും ഇതുപോലെ തന്നെ വലിയ ഒരു ഭക്തജന കൂട്ടം അവിടെയും ഉണ്ട് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മലയുടെ മുകളിലാണ് പരുന്തുംപാറയുള്ളത്. അവിടെയും സമാനമായ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തർ ഇതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെയും ക്രമീകരണങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യസഹായമുണ്ട്. മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അയ്യപ്പ ഭക്തർ ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ വന്ന് ഈ പാഞ്ചാലിമേടിലും ആ മകരവിളക്ക് കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ, ഏതായാലും പാഞ്ചാലിമേട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ടോബി ജോൺസൺ പങ്കുവച്ചത്. അങ്ങനെ പൊന്നമ്പലമേട് ദൃശ്യമാകുന്ന എല്ലാ ഇടങ്ങളിലും ഭക്തർ തമ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീകോവിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പൂജാ സമയത്തിനൊക്കെയും മാറ്റമുണ്ട്, പൂജാ ക്രമങ്ങൾക്കൊക്കെയും മാറ്റമുണ്ട്. നട തുറന്നിട്ടില്ല. ഇനി നട തുറക്കുക, തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാനുള്ള പ്രതിനിധികളെ അയക്കുവാൻ വേണ്ടി, അവർക്ക് ഉള്ള അഭീഷ്ടം, അവർക്കുള്ള പൂമാലകൾ അത് പൂജിച്ച് നൽകുവാൻ വേണ്ടിയായിരിക്കും നട തുറക്കുക. അതിനുശേഷം വീണ്ടും നടയടയ്ക്കും. പിന്നീട്
ദർശനം ഇന്ന് ദർശനം എന്ന് പറയുന്നത് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഭക്തർക്കുള്ള ദർശനം ലഭിക്കുക. തിരുവാഭരണ വിഭൂഷിതനായ സർവാഭരണ വിഭൂഷിതനായ വളർത്തച്ഛൻ്റെ ഇച്ഛ പോലെ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുവാനായി കണ്ടു തൊഴുവാനായി ആ പുണ്യദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. ഈ ദിവസങ്ങളിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദർശനത്തിനായി മകരവിളക്ക് ദർശനത്തിനായൊക്കെ ഒരു തവണ ദർശനം നടത്തിയ ശേഷവും അവിടെ പർണശാല കെട്ടി തമ്പടിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഒരുപാട് ഭക്തരുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം വരും ആ ഭക്തരുടെ എണ്ണം എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ പോലീസിൻ്റെയും ഒക്കെ ഒരു കണക്ക്. പക്ഷേ മറ്റിടങ്ങളിലൊക്കെയും ഇനിയും കാത്തുനിൽപ്പുണ്ട്. മുമ്പ് ശ്രീജിത്ത് പറഞ്ഞ പോലെ നിലയ്ക്കൽ നിന്ന് ഇനിയും ഭക്തർ കടന്നു വരാനുണ്ട്. അവരെല്ലാവരും അങ്ങോട്ടേക്ക് എത്താനുണ്ട്. അത് ഇനി മലയിറക്കവും മലകയറ്റവും ഒരുമിച്ച് ഈ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും, ആ പൂജകൾക്ക് ശേഷമായിരിക്കും, മകര വിളക്ക് ദർശനത്തിന് ശേഷമായിരിക്കും. ഗോകുൽ, നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്, സന്നിധാനത്തെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരും. അതിനു